അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സുത്തുട്ടി ഇതേ കടന്നുറങ്ങുകയാണ്. സുത്തുട്ടിക്ക് പനിയാട്ടാ. ഇന്നലെയൊക്കെ സുത്തുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വളരെയധികം ബുദ്ധിമുട്ടി. കാരണം റോഡ് നിറച്ച് വെള്ളവും പിന്നെ അതേപോലെ വണ്ടിക്കാർക്കായാലും വണ്ടി വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാനുള്ള പ്രയാസം കാരണമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ്. ഇന്നലെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോയിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറെ വീട്ടിൽ പോയി കാണിച്ചു. അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് ചെറിയൊരു തൊണ്ടയുടെ ഇൻഫെക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കോളയൊക്കെ കുട്ടികൾ കോള ശരിക്കും കൊടുക്കരുത്. കോള കുടിച്ചിട്ട് അങ്ങനെ ഇൻഫെക്ഷൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇൻഫെക്ഷൻ അല്ല, റെഡിഷ് കളറായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞത്. അപ്പോൾ മരുന്ന് കൊടുത്ത് ആൾ ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഇവിടെയൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടൊന്നുമില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് വീടിനടുത്തൊന്നും വെള്ളം കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടുന്ന് ഞങ്ങളുടെ വീടിനോട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് തെക്കുംപാടാണ് വരുന്നത്. അപ്പോൾ മഞ്ഞക്കുന്ന് ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇതേപോലെ വീടുകളുടെ മുറ്റത്തൊക്കെ നന്നായി കുളം പോലെയൊക്കെയാണ് വെള്ളം ഉള്ളത്. പിന്നെ അതേപോലെ ചില വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ചില വീടുകൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിലാണ് കിടക്കുന്നിട്ട് മേൽക്കൂര മാത്രമേ കാണുള്ളൂ. മിനിഞ്ഞാന്നത്തെ ഒരു മഴയും പിന്നെ ഡാം തുറക്കലല്ല എപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടോ. ഡാം തുറന്നിട്ടില്ലെങ്കിൽ, ഡാമിൽ ഷട്ടർ തുറന്നിട്ടില്ലെങ്കിൽ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു, വീട്ടിലേക്കൊന്നും വെള്ളം കയറില്ലായിരുന്നു. പക്ഷേ 2018 അതായത് പ്രളയം ഉണ്ടായ സമയത്തുണ്ടല്ലോ, അതിനേക്കാൾ നല്ല ഒഴുക്കൊക്കെയാണ് പിന്നെ വെള്ളമാണ് ഇപ്രാവശ്യം ഉണ്ടായെന്നാണ് പറയുന്നത് കേൾക്കുന്നത് കേട്ടോ. കാരണം ഇപ്രാവശ്യം 72 ഇഞ്ചോളം ഇത് ഷട്ടർ ഉയർത്തി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം അത്ര ശക്തിയായിട്ടുള്ള വെള്ളമായിരുന്നു ഡാമിലും ഉണ്ടായിരുന്നത്. അത് തുറന്നു വിട്ടില്ലെങ്കിൽ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണമായിരിക്കും തുറന്നു വിട്ടത്. പക്ഷെ അത് മുന്നേ തുറന്നു വിടേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ടെൻഷനുണ്ട് കേട്ടോ സംഭവം. നമ്മളും സേഫായിട്ടും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ സേഫായിട്ടൊക്കെ ഇരിക്കുക, മുൻകരുതലുകളൊക്കെ എടുക്കുക. ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലത്തൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് അല്ലെങ്കിൽ ഈ മഴക്കാലമൊക്കെ ഒന്ന് മാറണ വരെ ഒന്നും മാറി താമസിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല. എന്നാലും പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടൻ പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പീച്ചി ഡാം പൊട്ടിയുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ മൊത്തം പോകുമല്ലോ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞേക്കണത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കുളം ഉണ്ട് കേട്ടോ. അത് കുളമാണെങ്കിലും നിറയണില്ല. കാരണം ഒരു കെട്ടുണ്ട്, ആ കെട്ടിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് കൂടെ ഇങ്ങനെ പോയിക്കോളൂ കേട്ടോ. അത് കാരണം കുളം നിറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകുമെന്നും ഒരു പേടിയില്ല. പിന്നെ കിണറാണെങ്കിലും പാകത്തിന് തന്നെയാണ് നിറയുന്നുള്ളൂ, അത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു പാടമുണ്ട്. റോഡ് പാടും ഒരുമിച്ച് ഇതേപോലെ വെള്ളമൊക്കെ നിറഞ്ഞ് ശരിക്കും ഒരു കുളം പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയാണ്. കൂടുതൽ ഇവിടെ വലിയ ടെൻഷനൊന്നുമില്ല. പക്ഷേ ഈ വയനാട്ടിലത്തെയും കോഴിക്കോട്ടത്തെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കരധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം ഒന്നും അറിയാണ്ടാണ് അവരിതൊക്കെ അറിഞ്ഞിട്ടാണോ കിടന്നുറങ്ങിയത്. ഇതിലൊക്കെ സങ്കടം. പിഞ്ചു കുഞ്ഞുങ്ങൾ എത്ര പേരെ കാണാണ്ടായേക്കണത്. അതെല്ലാം എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. നമുക്ക് ഈ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ അറിയാലോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് മുൻകരുതലെടുത്തിട്ട് അവിടെ നിന്ന് മാറി താമസിക്കുകയാണ് എന്തായാലുമൊക്കെ ചെയ്യുക. ജീവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എനിക്കും പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പിന്നെ അവിടെ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ലാത്ത കാരണം കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേട്ടനുണ്ട്, ചേട്ടൻ പണിക്കൊന്നും പോകാറില്ല. പിന്നെ ഡാമിക്ക് ഇതേപോലെ പോകുന്നുണ്ട്, മീനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അവരങ്ങനെയാണ് മീൻ ഒരു കുറച്ച് ആൾക്കാരുണ്ട്, ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് മീൻ പിടിക്കാനൊക്കെ ഡാമിൽ പോകട്ടെ. ഡാം തുറക്കുന്ന സമയത്ത് അവരെല്ലാവരും പോകണതാണ്. അപ്പോൾ അവരങ്ങനെ ഇടയ്ക്ക് പോവും, രാത്രിയൊന്നും പോവില്ല, പകൽ ഇതേ ഇപ്പോഴും പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഡാമിലത്തെ വെള്ളം, അതായത് ഷട്ടറിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. സുത്തടിക്ക് മരുന്ന് കൊടുത്തിട്ട് കിടത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അപ്പോൾ കുറച്ച് ഷട്ടറിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം വരുള്ളൂ. പിന്നെ
വീടുകളിലുള്ള വെള്ളങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒഴുകി പോകുന്നുണ്ട്. റോട്ടിലുള്ള വെള്ളമൊക്കെ നമ്മുടെ ഇവിടുത്തെ റോട്ടിലുള്ള വെള്ളമൊക്കെ കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇനിയും ഒരാഴ്ചയൊക്കെ ഇതേപോലെ മഴ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റോഡൊക്കെ നന്നായിട്ട് നിറയും കേട്ടോ. കറണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇടാതിരുന്നത്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള കാരണം നമ്മളിതെല്ലാം അറിയിക്കണമല്ലോ, അത് കാരണമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത്. നല്ല വിഷമമുണ്ട് കേട്ടോ, കാരണം ഈ വീഡിയോ ഇടുമ്പോഴായാലും നമുക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വീഡിയോ ഇടാൻ പാടുമോ എന്നറിയില്ല. പക്ഷെ നമ്മുടെ സിറ്റുവേഷനാണ് പറയുന്നത്. കാരണം നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്കൊരു ജോബാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമ്മുടെ റീസൺ, അല്ലെങ്കിൽ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്നാണ് നമ്മളിതിലൂടെ പറയുന്നത്. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ മഴയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കുറയും കേട്ടോ. വേറെന്താ പറയാനുള്ളത്, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഇനിയും മഴ ചിലപ്പോൾ ഉണ്ടായിരിക്കും, അപ്പോൾ എല്ലാവരും മുൻകരുതലുകൾ എടുക്കുക. ഉരുൾപൊട്ടലുണ്ടാകുന്ന ഭാഗത്തേക്കൊന്നും പോവാതിരിക്കുക, അവിടെ നിന്നൊക്കെ മാറി നിൽക്കുക. പരമാവധി ജോലിക്കൊന്നും പോവാതിരിക്കുക. ഈ മഴയുള്ള സമയത്തൊക്കെ ഒന്നും ജോലിക്ക് പോവാതിരിക്കുക. ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ജീവിക്കാനും പറ്റില്ല, അതറിയാം. പക്ഷേ ജീവനൊക്കെ വലുതൊന്നുമില്ലല്ലോ. ഈ മഴയൊക്കെ ഒന്ന് അവസാനിക്കണ വരെ എല്ലാവരും ഒന്ന് സേഫായിട്ടിരിക്കാനൊക്കെ നോക്കുക കേട്ടോ. നമുക്ക് എല്ലാവരും, ഞാൻ ചേട്ടായിട്ടായാലും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് നമ്മുടെ ആളല്ലേ ആവശ്യം, അല്ലാണ്ട് കുറേ പൈസ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടെ ജീവൻ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ നമുക്ക് അവർ വേണം, അത്രയേ ഉള്ളൂ. അതുണ്ടാവണം അത്ര ബലമൊന്നും നമ്മൾ എത്ര തിന്നാലും ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് കാരണം അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചേട്ടനായാലും മരപ്പണിയാണല്ലോ, അത് കാരണം ഭയങ്കര പേടിയൊക്കെയാണ്. അത് കാരണം പോകണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പൈസയൊന്നുമില്ല, ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ എൻ്റെ നാട് ചേലക്കരയാണെങ്കിലും ആകെ വെള്ളത്തിൽ മുങ്ങി കിടക്കാന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ അടുത്ത് വീടൊക്കെ ചിലപ്പോൾ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ടാവും. അമ്മയാണെങ്കിൽ അവിടെ ഇല്ല, അമ്മ ജോലി സ്ഥലത്താണ്, ഒരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് നിൽക്കുകയാണ്. പിന്നെ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല, ആരൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടോയെന്ന് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോഴായാലും മഴ നന്നായിട്ട് കറുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിലപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. ഇനി എപ്പോഴാണ് കറണ്ട് പോകുമോ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്കിനി നല്ലൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ, അത്രേ തന്നെ പറയാനുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക, ദൈവത്തിനെ കൈവിടരുത് കേട്ടോ. ദൈവത്തിന് മുറുക്ക പിടിക്കുക. ദൈവം എന്തായാലും നമുക്ക് നല്ല വഴി കാണിച്ചു തരും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും. ഓക്കെ.